ചെകുത്താൻ കയറിയ വീട് ചിരിക്കാത്ത വീടിത് ചിലക്കാത്ത കൂടിത് ചെകുത്താൻ കയറിയ വീട്. ഹലോ, ഞാൻ ടി വിയിൽ ന്യൂസ് കണ്ടോണ്ടിരിക്കുവായിരുന്നു. കേസെടുത്തവർ ഞാൻ അറിഞ്ഞു. കുഴപ്പമില്ല, പോലീസുകാർ കുറച്ച് ചോദ്യങ്ങൾ റെഡിയാക്കൊണ്ട് ഇങ്ങോട്ട് വരും. ഞാൻ കുറച്ച് ഉത്തരങ്ങൾ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അവരുടെ ചോദ്യവും എന്റെ ഉത്തരവും കൂടി സിങ്ക് ആയാൽ ഞാൻ ഈ കേസിൽ നിന്ന് പുഷ്പം പോലെ ഊരിപ്പോരും. ആ, കട്ട് ചെയ്തോ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. പോലീസ് വരുന്നുണ്ട്, ഞാൻ സംസാരിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാം. കട്ട് ചെയ്തോളൂ. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഞാൻ ബാല നടനാണ്, സിനിമയിൽ അഭിനയിക്കുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇപ്പോൾ ബാലയിൽ അഭിനയിക്കുന്നത് ശരിയല്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അല്ല സാർ, ഞാൻ ബാല നടനാണ്, സിനിമയിൽ അഭിനയിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ സിനിമയിൽ അഭിനയിച്ച് ഒരുപാട് നമുക്ക് ഇൻകം കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ബാലയിൽ പോയി എന്തിനാണ് മഞ്ഞുകൊണ്ട് 10-700 രൂപ ശമ്പളം കിട്ടുന്നത്? എന്നാ സാർ, എന്റെ പേര് ലാലെ, ഞാൻ നടനാണ്. ഓ, അങ്ങനെ ഈ സംഭവം ഇപ്പോഴാണ് മനസ്സിലായത്. മിസ്റ്റർ ലാല, നിങ്ങൾക്കെതിരെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. എന്ത് കംപ്ലൈന്റ്? നിങ്ങൾ ഈ ചെകുത്താനെ പേടിപ്പിച്ചോ? സാർ, നമ്മളെങ്ങനെ ചെകുത്താനെ പേടിപ്പിക്കും? ചെകുത്താൻ നമ്മളല്ലേ പേടിപ്പിക്കുന്നത്? അതല്ല, കോക്കാമ്പിച്ച് ചെകുത്താന്റെ കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾ ചെകുത്താൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ പോയോ? എന്നാ സാർ, ദിസ് ഈസ് റാങ്. ദിസ് ഈസ് റാങ്. ചെകുത്താൻ ഫ്ലാറ്റിലല്ല, പിന്നെ ചെകുത്താൻ പനയിലാണ് ചെകുത്താൻ താമസിക്കുന്നത്. ഇയാൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വന്നത്? ഞാൻ ഇയാൾ ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ വെറും പൊട്ടനാണോ? ഞാൻ വെറും പൊട്ടനാണ്. എന്നെ പൊട്ടനാക്കല്ലേ സാർ? അത് എന്നോട് ഡയലോഗ്. ഏത്? ഞാൻ എന്നെ പൊട്ടനാത് ഞാൻ പറയേണ്ട ഡയലോഗ്. എന്നോട് ഡയലോഗ് അത് ഞാൻ പറയും. എനിക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അതിന് റൈറ്റ്സ് ഇല്ല. കറക്റ്റ് ആണ് കേട്ടോ. സാറ് പറയുമ്പോഴാണ് അത് കറക്റ്റ് ആവുന്നത്. സംഭവം കറക്റ്റ് ആയിട്ടുണ്ട് സാറേ. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് മണി പോലെ നിങ്ങൾ ഉത്തരം പറയണം. സാർ, മിമിക്രി എനിക്ക് വരാതെ. മിമിക്രിയോ? ആര് പറഞ്ഞു മിമിക്രി? സാർ പറഞ്ഞു കലാഭവൻ മണി സാറിനെ പോലെ സംസാരിക്കണം. അയ്യോ, അതല്ല. ഞാൻ ഈ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് സത്യസന്ധമായിട്ട് നിങ്ങൾ ഉത്തരം പറയണം. അത് ചോദിച്ചില്ലെങ്കിൽ ഞാൻ സത്യസന്ധമായിട്ട് അങ്ങോട്ട് കയറി പറയും. അങ്ങോട്ടൊന്ന് ചെന്ന് കയറേണ്ട ആണല്ലോ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഈ കൃത്യത്തിൽ ആരൊക്കെയായിരുന്നു പങ്കെടുത്തത്? കൃത്യത്തിൽ ഞാനില്ലേ സാർ. പൃഥ്വിരാജ്, ജഗതി ശ്രീകുമാർ, യുവ പവിത്രൻ, അവര് ഒരു ടീം ബെൽറ്റ്. അവരാണ് ആ പടത്തിൽ. ഞാൻ ആ പടത്തിലേ ഇല്ലേ. ഞാൻ കൃത്യം സിനിമയിലെ കാര്യമല്ല ചോദിച്ചത്. ഈ ഫ്ലാറ്റിൽ നടന്ന സംഭവത്തിൽ നിങ്ങൾ ആരൊക്കെയാണ് ഫ്ലാറ്റിൽ പോയത്? അതാണ് ഞാൻ ചോദിച്ചത്. നാന്, പാണ്ഡുരാജ്, ചിന്നമോഹൻ, ഞങ്ങൾ ഒരു ബെൽറ്റ്. അപ്പൊ നിങ്ങൾ ബെൽറ്റ് ആയിട്ട് ഗ്യാങ് ആയിട്ടാണ് ഫ്ലാറ്റിൽ പോയത്? ഗ്യാങ് കിടയാ സാർ. പിന്നെ നാന്, പാണ്ഡുരാജ്, ചിന്നമോഹൻ, ഞങ്ങൾക്കൊരു ബെൽറ്റ്. ഒരേ ഒരു ബെൽറ്റ്. ഞാൻ പുറത്തു പോകുമ്പോ ആ ബെൽറ്റ് ഞാൻ കിട്ടും. പാണ്ഡുരാജ് പുറത്തു പോകുമ്പോ പാണ്ഡുരാജ് കിട്ടും. അതാണ്. എത്ര കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞേ? 240 കോടി രൂപയുടെ ആസ്തി. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ബെൽറ്റ് ഒന്നേ ഉള്ളൂ. 240 കോടി രൂപയ്ക്കും ബെൽറ്റ് മേടിച്ചു കിട്ടാൻ ഞാൻ എന്നാ പൊട്ടനാ? അല്ലല്ല, പൊട്ടനല്ല. നിങ്ങൾ ബെൽറ്റ് മേടിക്കാണ്ടിരിക്കുക എന്നാ വേണേലും ചെയ്തു. മിസ്റ്റർ ഇൻസ്പെക്ടർ, നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ എന്റെ സെക്യൂരിറ്റിയോട് ലെമൺ ടീ ചോദിച്ചാ? ഞാനൊരു ലെമൺ ടീ ചോദിച്ചു എന്നുള്ളത് ശരിയാണ്. നിങ്ങൾക്ക് ലെമൺ ടീ ചോദിക്കാൻ റൈറ്റ്സ് ഇല്ല. റൈറ്റ്സ് ഇല്ലേ? കൊഞ്ചം കമ്മിയാക്ക്. കമ്മി എന്ന് പറയുമ്പോ ചൂടുവെള്ളം. ചൂടുവെള്ളത്തിൽ കുടിച്ച് തേയിലയും ഒരു പഞ്ചാരയിട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞ് ലെമൺ ടീ ആയിട്ട് റൈറ്റ്സ് ഇല്ലേ? ചൂടുവെള്ളം. ചൂടുവെള്ളം കുടിക്കാവൂ. ഞാൻ ലെമൺ ടീ ചോദിക്കുകയല്ല, ലെമൺ ടീ എഴുതി വെച്ചേക്കുന്ന ചായക്കടയിൽ പോലും ഞാൻ കയറത്തില്ല. പോരെ, വിഷയം തരുന്നല്ലോ. എന്റെ ചോദ്യം അതല്ല. നിങ്ങൾ ഈ ഫ്ലാറ്റിൽ പോയി ആറാട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയോ? നിങ്ങൾ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയോ? ഇല്ല സാർ, അതിന് തെളിവുണ്ടോ? എന്റെ തെളിവുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തെളിവ് കാണിക്കണം. തെളിവ് ഞാൻ കാണിച്ചു തരാം. കാണിക്കൂ. ഹലോ, ആറാട്ടണ്ണൻ. ഞാൻ എസ് ഐ ആണ് സംസാരിക്കുന്നത്. നിങ്ങളെ ഈ സിനിമാ താരം ഫ്ലാറ്റിൽ വന്ന് തോക്ക് കൊണ്ട് പേടിപ്പിച്ചോ? കേട്ടല്ലോ ആറാട്ടണ്ണൻ പറഞ്ഞു കേട്ടല്ലോ. ഹലോ, അച്ഛൻ ലാളയാണോ? ഞാൻ നിങ്ങളെ തോക്ക് ചൂണ്ടിയോ? ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയോ? ആറാട്ടണ്ണൻ, ഞാൻ എസ് ഐ ആണ്. നിങ്ങള് പോലീസിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ തോക്ക് ചൂണ്ടിയെന്നല്ലേ? നിങ്ങൾ ഭീഷണിപ്പെടുത്തിയില്ലേ? ആറാട്ടണ്ണൻ, ദിസ് ഈസ് റാങ് സാർ. ദിസ് ഈസ് റാങ്. അത് എന്നോട് ഡയലോഗ് സാർ. നിങ്ങൾക്ക് പറയാൻ റൈറ്റ്സ് അല്ല. എന്നത്? ദിസ് ഈസ് റാങ് എന്റെ ഡയലോഗ്. എന്റെ ഡയലോഗ് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് ഡയലോഗ് ഇല്ല. ഞാൻ ഇവിടെ മനസ്സിലായോ? ദിസ് ഈസ് റാങ് എന്നോട്. എനിക്ക് പേറ്റന്റ് ഉണ്ട് ആ ഡയലോഗിന്. ആ ഡയലോഗ് ഞാൻ പറയും. നിങ്ങൾ പറഞ്ഞു ദിസ് ഈസ് റാങ്. ദിസ് ഈസ് റാങ്. ഈ കേസ് അന്വേഷിക്കാമെന്ന് എല്ലാ പോലീസുകാരും ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ദിസ് ഈസ് റാങ്, അതുപോലെ ഞാൻ എന്നാ പൊട്ടനാണോ, ഈ 2 ഡയലോഗും പറയരുത്. പിന്നെ ലെമൺ ടീ ചോദിക്കുകയേ ചെയ്യരുത്. സംഭവം പ്രശ്നം തീർന്നല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ലാല, നിങ്ങൾ ആ ഫ്ലാറ്റിലിട്ട് പോയത് കണ്ടവരുണ്ട്, കേട്ടവരുണ്ട്, അറിഞ്ഞവരുണ്ട്, പറഞ്ഞവരുണ്ട്. സാറുണ്ടോ? ഞാൻ ഉണ്ടില്ല. എന്നാൽ നമുക്ക് ഉണ്ടിട്ട് സംസാരിച്ചാലോ? മീമർത്തുണ്ടോ? മീമർത്ത്, ദിസ് ഈസ് റാങ്. ഇൻസ്പെക്ടർ, നിങ്ങൾക്ക് മീമർത്ത് ചോദിക്കാൻ റൈറ്റ്സ് ഇല്ല. നാന്, പാണ്ഡുരാജ്, ചിന്നമോഹൻ, ഞങ്ങളൊരു ബെൽറ്റ്. ഞങ്ങൾക്ക് മീമർത്ത് ചോദിക്കാം. എന്റെ പൊന്നാമേ, നിങ്ങൾ സ്പെഷ്യൽ കൂട്ടി അടിച്ചോ? ഞാൻ വല്ല കുടുംബശ്രീ ഹോട്ടലിൽ പോയി കഴിച്ചോളാം.
നിങ്ങൾക്ക് റൈറ്റ്സ് ഇല്ല. ഇല്ല, റൈറ്റ്സില്ല, സമ്മതിച്ചു. മനസ്സിലായോ? ആ. ഈ കേസ് ചുമ്മാ പറഞ്ഞ് വലിച്ചു നീട്ടി നിങ്ങൾ പറയല്ലേ. ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കളിച്ചാലും എന്നെ ഈ കേസിൽ പെടുത്താൻ പറ്റത്തില്ല. അതിന്റെ കാര്യം എന്നാ? കാരണം എന്റെ സെക്ഷൻ വേറെയാണ്, സെറ്റപ്പാണ്. സെക്ഷൻ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ മൊബൈൽ നോട്ട് ചെയ്ത്. മൊബൈൽ ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞു. സെക്ഷൻ 984701090805. ബിന്ദു കരുനാപ്പള്ളി ട്രൂ കോളറിൽ കാണിക്കുന്നു. അത് സെക്ഷൻ അല്ല, അപ്പൊ സെറ്റപ്പ് ആണ് ഇതല്ലേ? മിസ്റ്റർ ഇൻസ്പെക്ടർ, this case is disposable and incredible and incredible and digital organization of American Constitution of country of India, that's mother tongue. മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം പിടികിട്ടോ? പിന്നെ ഇത്രയും വലിച്ചു കിട്ടി പറഞ്ഞല്ലേ, എന്നേലും കാണും അതിനകത്ത്. കാണാതിരിക്കല്ലോ. ഇവിടെ ഒരു പോലീസുകാരന് ആദ്യം വേണ്ട സംഭവം എന്താണെന്ന് അറിയാം? അയ്യോ, ഞാൻ തപ്പി നോക്കണ്ടെന്നല്ല. പിന്നെ കൈയെത്തുന്നിടത്ത് കണ്ണെത്തണം, കണ്ണെത്തുന്നിടത്ത് മനസ്സെത്തണം, മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തണം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ വർക്ക് ചെയ്യുന്നത് കേരള പോലീസിലാണ്, അല്ലാണ്ട് കേരള കലാമണ്ഡലത്തിലല്ല. ഭരതമുനിയുടെ നാട്യശാസ്ത്രമായിട്ട് വന്നേക്കും. നിങ്ങൾക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഇതാരാ വിളിക്കുന്നു? ഹലോ ഹലോ സാറേ, ഞാൻ എടപ്പള്ളിന്ന് വിളിക്കുന്നതാണേ. എന്താണ് പറഞ്ഞോളൂ സാറേ, എന്റെ ഫ്ലാറ്റിലെ ഒരു യൂട്യൂബർ ഒരു കുട്ടിച്ചാത്തം വന്നിട്ട് ഭയങ്കര പ്രശ്നം സാറേ. സാർ എങ്ങനെങ്കിലും വന്നിട്ട് ആ ബാധ ഒന്ന് ഒഴിവാക്കൂ സാറേ. അയ്യോ, അങ്ങനത്തെ സാധനം കയറിയെങ്കിൽ ഞാനല്ലാതെ ഒഴിപ്പിക്കാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള ബാധ ഒഴിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ടർ ലാല തന്നെ. ഇൻസ്പെക്ടർ, this is wrong. ആണോ? പക്ഷെ ഈ സംഭവത്തിന് കറക്റ്റ് നിങ്ങൾ തന്നെയാണ്. ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി ഒരു ലെമൺ ടീ അടിച്ചാലോ?